കൊലപ്പെടുത്തി വേണുഗോപാൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി അതിന് എല്ലാ അടവുകളും പയറ്റ് ആ പ്രതികൾക്ക് വേണ്ടി എല്ലാ സാഹചര്യം എന്തിന് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ അധമ പ്രവൃത്തികളും ചെയ്ത് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചിലവാക്കി പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ പരമോന്നത നീതിന്യായത്തിൻ്റെ വഴിയിൽ കോടതിയിലാണ് ശിക്ഷ വിധിച്ചത്. ആ ശിക്ഷയെ അംഗീകരിക്കാൻ ഇവർക്ക് തയ്യാറാവുന്നില്ല. മാന്യതയുണ്ടെങ്കിൽ പാർട്ടി ഈ നടത്തിയ കൊലപാതകത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയല്ലേ വേണ്ടത്. പിന്നെ അവരെ ഏറ്റെടുത്തില്ലെങ്കിലും ജനം ഇപ്പോൾ അറിയാലോ, ജനത്തിനറിയാലോ. CPM ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ക്രിമിനൽ പാർട്ടികൾ ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? ഇത് ക്രിമിനൽ പാർട്ടിയല്ലേ. അപ്പോൾ അതിലൊരു കാര്യമില്ല. അല്ലെ, അതിനകത്ത് കുറച്ച് പേര് പിന്നെ വിട്ടയച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ആ കാര്യങ്ങളെക്കുറിച്ച് നിയമപരമായ പരിശോധന പാർട്ടിയും നടത്തും. എന്തായാലും ഈ സുരേന്ദ്രനൊക്കെ ഇന്ന് ആരോപിക്കുന്നത് കോൺഗ്രസ് അടക്കം പല പ്രതികളെയും രക്ഷപ്പെടാൻ സഹായിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ ബാലിശമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും കാര്യമില്ല. ആരാണ് ഈ കേസ് ഫൈറ്റ് ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയാം. ഈ സ്മാരക വിവാദത്തിൽ ഇപ്പോൾ കുടുംബത്തിനോട് ക്യാൻസർ അറിയിച്ചാൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് പിന്നീട് ഒരു സ്ഥലം പരിഗണിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതല്ല, നമ്മൾ ഇന്ന് വളരെ മനസ്സിന് ഞാൻ ധരിച്ച് നിങ്ങൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതായിരിക്കുന്നത്. ഏറ്റവും വേദനയുള്ള മനസ്സുമായിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. മൻമോഹൻ സിംഗിനെ പോലെ 10 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ, അതും രാജ്യത്തിൻ്റെ ഗതി തന്നെ മാറ്റത്തക്കവണ്ണമുള്ള സാമ്പത്തിക വിപ്ലവ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, ലോകമെമ്പാടുമുള്ള രാജ്യഭരണകർത്താക്കൾ. ഇരട്ടക്കൊലക്കേസിൽ വിധി വന്നതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു KC വേണുഗോപാൽ. 10 പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് KC പറയുന്നത്.